ഗൈസ് നമ്മൾ ഈ ഒരു ബോഗൺവില്ലയിലോട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ ബോഗൺവില്ലയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഒരുപാട് പേർക്ക് ഒരു ഡൗട്ട് ഉണ്ട് ഇതിൻ്റെ പൂവ് ഏതാണെന്നുള്ളത്. നമ്മളെല്ലാവരും വിചാരിക്കും ഈ ഒരു അതായത് ഈ നിൽക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ പൂവാണെന്നുള്ളത്. ഇതൊരിക്കലും ഇതിൻ്റെ പൂവല്ല. അതായത് ഇതിൻ്റെ ഇല തന്നെ കളർ മാറ്റം വന്നിട്ടാണെന്നുണ്ടെങ്കിലാണ് ഈ ഒരു കളേഴ്സിലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ പൂവ് എന്ന് പറയുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണാനായിട്ട് സാധിക്കുന്നത് ഇത് മാത്രമാണ് ഇതിൻ്റെ പൂവ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇതിൻ്റെ ഇല തന്നെയാണ് ഈ കളർ ചേഞ്ച് വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലോട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഒരുപാട് പേരാണെന്നുണ്ടെങ്കിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അതായത് ഡെയിലി നനയ്ക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടായിരിക്കും. അപ്പോൾ ഡെയിലി നനയ്ക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടെങ്കിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോഗൺവില്ലേനെ നമ്മൾ ഡെയിലി നനയ്ക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു വെറൈറ്റീസും കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് വരാനായിട്ടുള്ള ചാൻസ് കുറവായിരിക്കും. അതായത് ഈ ഒരു ഇലയ്ക്ക് വരുന്ന കളർ ചേഞ്ച് ആക്ച്വലി നിന്ന് പോകും. അതായത് ആ പച്ച കളറിൽ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പിന്നീട് സാധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇപ്പോഴും നനയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. ഈ ഒരു ചെട്ടിക്കകത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചെട്ടിയുടെ അടിയിലാണെന്നുണ്ടെങ്കിൽ നോക്കിക്കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈർപ്പം ഇല്ല എന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമ്മളിത് നനയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഒരു ഒന്നരാടം അല്ലെങ്കിൽ ഒന്നരാടം മെയിനിൽ നനച്ചാൽ മതിയാവും ഈ ഒരു ചെടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ. എല്ലാ ദിവസവും നനയ്ക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. പിന്നെ നമ്മളൊരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ചെടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളം കാര്യങ്ങളൊക്കെ മാസത്തിലൊക്കെ ഒരു തവണയെങ്കിലും വളം കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ കൂടുതലും കുറച്ച് പൊട്ടാഷും അതേപോലെ തന്നെ എല്ലുപൊടി അതേപോലെ തന്നെ ചാണകപ്പൊടി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ചെടികൾക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നത് അതേപോലെ തന്നെ 19 വളമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടയ്ക്കുക. അതേപോലെ തന്നെ ഒരിക്കലും നമ്മൾ ഓവറായിട്ട് ചെയ്യരുത്. അതായത് നോക്കി നല്ല രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഈ ഒരു ചെടികൾക്ക് നമുക്ക് ഉണ്ടാവാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളൊരു ചെടി എന്തായാലും വീട്ടിൽ നമ്മളെല്ലാവരും നോക്കുമ്പോൾ തീർച്ചയായിട്ടും അതിന് ഒരുപാട് കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി തന്നെ ചെയ്യുക, വളം കാര്യങ്ങളൊക്കെ. പിന്നെ നല്ല രീതിയിൽ നമുക്ക് ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മുടെ ചെടികൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ചെടികൾ പരിഗണിക്കുമ്പോൾ ഒരുപാട് ചെടികൾ എന്തായാലും വീട്ടിലോട്ട് നമ്മൾ പരിഗണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ മെയിൻലി നമ്മൾ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബോഗൺവില്ലയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു സെക്ഷൻസിൽ നമ്മൾ ബോഗൺവില്ലയുടെ വെറൈറ്റീസ് നമ്മൾ ഒരുപാട് ഫോക്കസ് ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് അടുത്തേക്ക് ഈ ഒരു ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് പാസ് ചെയ്തു എന്ന് മാത്രം. പിന്നെ ഒരുപാട് ഇൻഫോർമേഷൻസ് തീർച്ചയായിട്ടും അതായത് നമുക്ക് വരും വീഡിയോകളിലും മറ്റു വീഡിയോസിലൊക്കെ ആയിട്ട് നമുക്ക് ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയാണ് പറയുന്നത്. ഈ ഒരു സെക്ഷൻസിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ വളം കാര്യങ്ങളൊക്കെ കുറച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ബോഗൺവില്ലാസിനെ നമ്മൾ കണ്ടു. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ഒരു നേഴ്സറിക്കകത്താണെന്നുണ്ടെങ്കിൽ 2-3 സെക്ഷൻസിലായിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ബോഗൺവില്ലാസ് കാണാനായിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഇവിടേക്ക് വരുമ്പോൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് വലിയ ബോഗൺവില്ലാസൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളെല്ലാവരും ചെറിയ ബോഗൺവില്ല മേടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ പോകുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് പലപ്പോഴും പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ വലിയ ബോഗൺവില്ലാസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അതുൽ നേഴ്സറിയിൽ വന്നാൽ തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നമ്മൾ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും വലിയ രീതിയിൽ അത് വളർന്നു നിൽക്കുന്ന ബോഗൺവില്ലാസൊക്കെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ടു, കാരണം നല്ലൊരു വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് ബോഗൺവില്ലാസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതല്പം വലിയ ബോഗൺവില്ലാസിൻ്റെ വെറൈറ്റീസ് വെച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതാണ് നമുക്ക് മനസ്സിലാവാനായിട്ടുള്ള ഒരു കാര്യം. കാരണം എന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം വലിയൊരു ഡ്രമ്മിലാണ്, അതായത് ഒരു പാത്രത്തിലാണ് ഇത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഇവരാണെന്നുണ്ടെങ്കിൽ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോൾ ഇതൊരു വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സ്ട്രെയിറ്റ് ലെവലിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. എല്ലാം ഭയങ്കര വെറൈറ്റിയാണ്. ഇലകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇതിനുള്ള ക്വാളിറ്റി അല്ല ഈ ഒരു ചെടിയിലോട്ട് വരുമ്പോൾ, കാരണം അതിൻ്റെ ഇലകളും അതേപോലെ തന്നെ പൂവും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ഇത് വൈറ്റും അതേപോലെ തന്നെ കുറച്ച് ഇതിനകത്താണെന്നുണ്ടെങ്കിൽ റോസിൻ്റെ കുറച്ച് ഇതും കൂടി ചേർന്നുള്ള ഒരു കളറാണ് ആക്ച്വലി ഇവിടെ വന്നിട്ടുള്ളത്. ഇതിലൊക്കെ അത്യാവശ്യം തിക്കായിട്ടുള്ള ഇതിൽ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഇതിൽ നിന്നും കുറച്ചുകൂടി വെറൈറ്റിയാണ്. ഇതിൻ്റെ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രൈറ്റൻ ലെവലിലാണ് വന്നിട്ടുള്ളത്. അതിൽ നിന്നും കുറച്ച് വെറൈറ്റി ആയിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. പിന്നെ അടുത്തയിലോട്ട് വരുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ആ ഒരു ബോഗൺവില്ലയ്ക്കുള്ള ഇല ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് അതായത് ഓവറായിട്ടുള്ള വലിപ്പമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടി അത്യാവശ്യം വലിപ്പം കാര്യങ്ങളുണ്ട്. ഇല അത്യാവശ്യം എന്താ പറയുക ഒരു മീഡിയം വലിപ്പവും അതേപോലെ തന്നെ ഇതിൻ്റെ ചെടിക്കകത്തുള്ള ആ ഒരു പൂവ് കാണാനായിട്ട് നല്ല രീതിയിൽ ഭംഗിയുണ്ട്. ആക്ച്വലി ഇത് റെഡ് അല്ല, അതായത് റോസ് കളർ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിലേക്ക് വരുമ്പോഴാണ് ഇതൊരു വെറൈറ്റി കളറാണ്. ആക്ച്വലി റോസിൻ്റെ തന്നെ മറ്റൊരു വകഭേദമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു കളറും വെറൈറ്റിയാണ്. ഇതിൻ്റെ ഇലകളും അതേപോലെ തന്നെ ഈ ഒരു ചെടിയും അത്യാവശ്യം വലുപ്പം കാര്യങ്ങളിൽ തന്നെയാണ് കേന്ദ്രീകരിച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്തൊരു വെറൈറ്റിയിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇത് 2 ഷെയ്ഡിങ് കാണാനായിട്ടുണ്ട്. കുറച്ച് ഓറഞ്ചും അതേപോലെ തന്നെ വൈറ്റും കൂടി കാണാനായിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ മറ്റ് വെറൈറ്റീസാണ് നമുക്കിവിടെ ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ ഇത് നോക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിലാണെന്നുണ്ടെങ്കിൽ പിന്നെ 3 ആക്ച്വലി നമുക്ക് റോസ് കളർ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റീസാണ് ഈ ഒരു അതുൽ നേഴ്സറിയിൽ നമുക്ക് കാണുന്നത്. കൂടുതലും ഇവിടെ നമുക്ക് കാണപ്പെടുന്നത് ബോഗൺവില്ലാസിൻ്റെ ഒരുപാട് വെറൈറ്റീസാണ്. അപ്പോൾ അതുൽ നേഴ്സറിയിൽ തീർച്ചയായിട്ടും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ബോഗൺവില്ല നമ്മളാണെന്നുണ്ടെങ്കിൽ കണ്ടു.
ഗൈസ് നമ്മൾ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓറഞ്ച് കളേഴ്സിൻ്റെ ബോഗൺവില്ലാസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ആക്ച്വലി അവരാണെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം, അതായത് ഒരു മീഡിയം തമ്മിലാണ് അവരാണെങ്കിൽ അത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നീട് അപ്പുറത്തെ സെക്ഷൻസിലൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസ് വേരിയൻസ്, അതായത് ബേസ് ആയിട്ടുള്ള ബോഗൺവില്ലാസാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ ഈ ഒരു നഴ്സറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹോൾസെയിൽ നഴ്സറിയാണ്. അപ്പോൾ ഹോൾസെയിൽ നഴ്സറി ആയതുകൊണ്ട് തന്നെ ഒരുപാട്, അതായത് ചെറുകിട നഴ്സറികളൊക്കെയാണ് ഇവിടെ നിന്ന് വാങ്ങിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു നഴ്സറിയിൽ വരുന്ന അതായത് ചെടികൾ, അതായത് ബോഗൺവില്ലാസിൻ്റെ ഒക്കെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്പർ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതിൽ വിളിച്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നതാണ് ആ ഒരു ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ മെയിൻലി ഇതൊരു ഹോൾസെയിൽ നഴ്സറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറവ് റേറ്റിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കിട്ടും. പിന്നെ നമ്മളിവിടെ വിഷ്വലി ഇവിടെയുള്ള എല്ലാ വിഷ്വൽസും ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു ബോഗൺവില്ലാസിൻ്റെ കാഴ്ചകളും അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒക്കെ അതൊന്നും കിട്ടും. പിന്നെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ പരിഗണിച്ച് വയ്ക്കുക. തീർച്ചയായിട്ടും ഒരുപാട് അടിപൊളി വെറൈറ്റീസ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഈ ഒരു ചാനലിനകത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് നഴ്സറികളും കാര്യങ്ങളൊക്കെ പരിചയപ്പെടാനും അതുപോലെ തന്നെ കൃഷിയായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് മാറും. പിന്നെ നമ്മളിവിടെ നിന്ന് നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിലേ നമുക്കൊരു ബോഗൺവില്ല നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് അത്യാവശ്യം വലിപ്പത്തിലുള്ള, അതായത് ഒരു ബോഗൺവില്ലയാണ്. ഒരുപാട് നാളായിട്ടുണ്ടായിരിക്കും ഈ ഒരു രൂപത്തിലേക്ക് എത്താനായിട്ട്. പിന്നെ വൈറ്റ് കളറാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതായിട്ട്. ഇപ്പോൾ ഏകദേശം നല്ല അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം ഒരു റേറ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു 75-1 ലക്ഷത്തിനൊക്കെ അടുത്ത് വില ഉണ്ടായിരിക്കാം. മെയിൻലി ഇത്രയും വലിയൊരു ബോഗൺവില്ലാസാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ലെവലിലെത്തിയ ബോഗൺവില്ലാസിനൊക്കെയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഊഹം മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ നിങ്ങൾക്ക് അവിടെയൊക്കെ നോക്കി കഴിഞ്ഞാൽ വലിയ വെറൈറ്റീസ് ആയിട്ടുള്ള ബോഗൺവില്ലാസൊക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചെടി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഗ്രോത്തും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വീട്ടിനകത്താണെന്നുണ്ടെങ്കിൽ അത് ഗ്രോത്ത് ചെയ്ത് വരാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ബോഗൺവില്ലാസ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു നഴ്സറി ആണെന്നുണ്ടെങ്കിൽ നീണ്ടു എടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് മീഡിയം തമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബോഗൺവില്ലാസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ചെറിയ ടൈപ്പിലുള്ള ബോഗൺവില്ലാസും അതേപോലെ തന്നെ മീഡിയം ടൈപ്പിലുള്ള ബോഗൺവില്ലാസും അതുപോലെ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള ബോഗൺവില്ലാസ് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും. അതുപോലെ തന്നെ തപ്പി നടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ചില സ്ഥലങ്ങളിലാണെന്നുണ്ടെങ്കിൽ ചെറിയ ടൈപ്പിലുള്ള ബോഗൺവില്ലാസ് മാത്രമായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുക. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള, അതായത് എല്ലാ ടൈപ്പിലുള്ള ബോഗൺവില്ലാസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതാണ് മെയിൻലി കണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള പോലെ തന്നെ എല്ലാ വെറൈറ്റീസും നമുക്ക് ഇവിടെയും നമുക്ക് ലഭിക്കുന്നതാണ് ബോഗൺവില്ലാസിൻ്റെ ആണെന്നുണ്ടെങ്കിൽ. പിന്നെ അവിടേക്കൊക്കെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ വലിയ ടൈപ്പ് ബോഗൺവില്ലാസും ഒക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കാണുന്നുണ്ട്. ഇതിനകത്തേക്ക് നോക്കുമ്പോഴാണെങ്കിൽ ഡാർക്ക് റെഡ് കളറിലുള്ള ബോഗൺവില്ലയൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. ഓറഞ്ച്, റെഡ്, അതുപോലെ തന്നെ വൈറ്റും അതുപോലെ തന്നെ വെറൈറ്റി കളേഴ്സൊക്കെ കുടിക്കാനുള്ള ഒരുപാട് വെറൈറ്റീസ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു മോഡലിലോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ കണ്ടു, ഇതിൻ്റെ ചെറിയ മോഡൽ നമ്മൾ നേരത്തെ അവിടെ കണ്ടു. അതായത് ഇത് തിക്കായിട്ട്, അതായത് ഈ ഇലയോട് കൂടി ചേർന്ന് തന്നെ തിക്കായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് വ്യൂ ആണ് നമുക്ക് ഇതിൽ നിന്ന് നോക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം ഇതിൻ്റെ തന്നെ മീഡിയം ആയിട്ടുള്ള ഒരു എന്താ പറയുക ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ള ബോഗൺവില്ലയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇതിൻ്റെ ചെറിയ ടൈപ്പ് കണ്ടു. അതുപോലെ തന്നെ ഓരോ ടൈപ്പിൻ്റെയും ഇവിടെയുള്ള ചെറിയ ടൈപ്പിൻ്റെ ഒക്കെ തന്നെ മീഡിയം ടൈപ്പും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്രകാരം ഏത് വേണമെങ്കിലും ഇവിടെ നിന്ന് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ഹോൾസെയിൽ നഴ്സറിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും അവർക്കും അതേ പബ്ലിഷ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. കാരണം ഇവിടെ നിന്നും ഒരുപാട് ചെറുകിട നഴ്സറികളും വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്. ചെറിയൊരു മാർജിനിൽ മാത്രമായിരിക്കും അവർ വിൽക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊരു നല്ല കാര്യമാണ്. മെയിൻലി ഇവർ ചെയ്യുന്നത് ഒരു പാഷൻ പോലെയാണ് ഇവിടെയുള്ള ആളുകൾ ഈ ഒരു കാര്യം ട്രീറ്റ് ചെയ്യുന്നതും ഇതിനവർ പരിഗണിക്കുന്നതും. അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവർ ചെയ്യുന്നതൊക്കെ ഒരു പാഷൻ പുറത്താണ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല ചെടികളും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ നിന്നൊക്കെ വന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതാണ് നമുക്ക് പറയാനായിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ കഴിച്ച് നമ്മളിവിടെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള ബോഗൺവില്ലാസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ കുറച്ചധികം വെറൈറ്റി ആയിട്ടുള്ള ടൈപ്പ് ഉണ്ട്. പിന്നെ നമുക്കിവിടെ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നത് പൈറോപ്പാൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ബോഗൺവില്ലയാണ്. പിന്നെ അതുപോലെ തന്നെ ഫ്ലെയിം റെഡ് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കളർ വരുന്നുണ്ട്. അപ്പോൾ ഫ്ലെയിം റെഡ് വളരെയധികം ഭംഗിയേറിയിട്ടുള്ള ഒരു കളർ തന്നെയാണ് കേട്ടോ. ബാക്കിയൊക്കെ നോർമലായിട്ടുള്ള ബോഗൺവില്ലാസും കാര്യങ്ങളൊക്കെയാണ്. അത് നമുക്ക് അതിലേക്കൊക്കെ വരാം. പിന്നെ ഇവിടെ ഒരു ബോഗൺവില്ല ഇവിടെ കണ്ടു കേട്ടോ. റൂബി റെഡ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ. ഇത് റൂബി റെഡ് എന്ന് പറയുന്ന ഒരു കളർ വെറൈറ്റിയാണ് ഇവിടേക്ക് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങളവിടെ കണ്ടത് പൈറോപ്പാൽ അതേപോലെ തന്നെ ഫ്ലെയിം റെഡ് തുടങ്ങിയ കളേഴ്സ് നമ്മൾ കണ്ടു. പിന്നെ ഇതിനകത്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കളർ എന്ന് പറഞ്ഞാൽ റൂബി റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കളറും വരുന്നുണ്ട്. പിന്നെ ഓൾമോസ്റ്റ് വെറൈറ്റി ആയിട്ട് വരുന്നതെന്ന് പറയാനായിട്ട് നമ്മൾ നോർമൽ കാണുന്ന ബോഗൺവില്ലാസൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്കകത്ത് നമുക്ക് മാക്സിമം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കി കാണാം.
അപ്പോൾ ഇത് വിഷ്വലി നമുക്ക് എന്തായാലും എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, ഇവിടെയുള്ള കാര്യങ്ങളും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞത് മാത്രം വെറൈറ്റി ആയതുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗങ്ങളിലേക്ക് പോകാം. ഇത് നോക്കുമ്പോൾ കുറച്ച് വെറൈറ്റിയാണ്. ഇതിനകത്ത് ഇലകൾ അധികം ഇല്ല എന്ന് വെച്ചാലാണെന്നുണ്ടെങ്കിൽ, കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് പൂവായിട്ട് നിൽക്കുന്ന ഒരു രൂപമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം വെറൈറ്റിയാണ്. പിന്നെ ഇവിടെ കുറേ കുടപ്പുളിയുടെ ഒക്കെ ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് വേറെ വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിൻലി ഇവർ ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഗൺവില്ലയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ഈ ഒരു വീഡിയോ ബോഗൺവില്ലിനെ കേന്ദ്രീകരിച്ചായിരിക്കും. അതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇവരതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ അതെ ബോഗൺവില്ലയോട് പ്രൈസ് ഉള്ള ഒരുപാട് ആളുകളുണ്ട്. മെയിൻലി എല്ലാവർക്കും അലങ്കാരമായിട്ട് വെക്കുന്ന ചെടികളിലൊക്കെ വെറൈറ്റി ഒക്കെ ഒരു ഐറ്റം തന്നെയാണ് ബോഗൺവില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് പറയുന്നത്. പിന്നെ കളേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. ഇതൊക്കെ വലിയ രൂപത്തിലുള്ള, അതായത് നമ്മളവിടെ കണ്ട ചെടിയുടെ തന്നെ വലിയ രൂപത്തിലുള്ള ബോഗൺവില്ലാസാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമാണ് കേട്ടോ. ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ വന്നിരിക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു ഫോട്ടോഗ്രാഫി ഫോട്ടോ ഒക്കെ ഇതിനകത്ത് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ വീട്ടിലും ഇതുപോലുള്ള ചെടികളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് വന്ന് കാണുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് വൈറ്റ് കളേഴ്സ്, അതേപോലെ തന്നെ വയലറ്റ് തന്നെ ചെറിയ രൂപരേഖ അല്ല രൂപം ആയിട്ടുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ റെഡ്, പിന്നെ നമ്മളാണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളറ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ പിന്നീടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയ്ക്ക് അത് നമ്മൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മളൊന്ന് ക്ഷമിക്കുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ വരാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയുന്നത്. തീർച്ചയായും നമുക്ക് കൂടുതൽ സെക്ഷൻസ് കൊടുക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെക്ഷനാണ്. അതായത് ബേസ് ആയിട്ടുള്ള സെക്ഷൻ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാക്കറ്റും അതുപോലെ തന്നെ ചെറിയ ഡപ്പകളിലൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ബോഗൺവില്ലൊക്കെ മേടിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിനകത്ത് വന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ കണ്ടൊരു വെറൈറ്റി കളറാണ് പച്ച. ഇതിവിടെ പുതിയതായിട്ടുള്ളൊരു വെറൈറ്റി ആണ് കേട്ടോ. കംപ്ലീറ്റ്ലി പച്ചയായിട്ടുള്ള ബോഗൺവില്ലയാണ്. കംപ്ലീറ്റ് പച്ച കളറായിരിക്കും ആ ഒരു ബോഗൺവില്ല എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് നോക്കി കഴിഞ്ഞാൽ കുറേ മൾട്ടി കളറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നടന്ന് നോക്കി കഴിഞ്ഞാലാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നമുക്ക് ഇതിനകത്തുനിന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് കുറേ ബോഗൺവില്ലാസ് നമുക്കാണെന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത് അതുൽ നഴ്സറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നഴ്സറിയാണ് നമ്മൾ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഈ ഒരു നഴ്സറിക്കകത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ബോഗൺവില്ലാസിൻ്റെ വെറൈറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ആ വിഷ്വലി കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനലിൽ നിങ്ങൾക്ക് കൃഷിയും അതേപോലെ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാണ്, ഈ ഒരു കണ്ടൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് പരിഗണിക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഇനാബിൾ ചെയ്ത് വയ്ക്കുക. തീർച്ചയായിട്ടും അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയുന്നുള്ളത്. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം.